നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രിൽസിൻ്റെ വീഡിയോ ആണ്. അതായത് നമ്മളെ സീറ്റ് ഔട്ടിലും അതുപോലെ അപ്സ്റ്റെയർസിലൊക്കെ നമ്മൾ കുറേ ഗ്രിൽസിൻ്റെ ഇത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ കുറേ കാലം മുന്നുള്ളതായതുകൊണ്ട് തന്നെ പഴയ ഡിസൈൻസ് ആവും. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഏകദേശം അതുപോലത്തെ രീതി തന്നെ, പക്ഷെ എന്നാലും ഒന്നും കൂടി ചിലവ് കുറഞ്ഞതും എന്നാൽ ഡിസൈനൊക്കെ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ഗ്രില്ലാണ്. അപ്പോൾ നിങ്ങൾ അത് ഞാൻ കാണിച്ചത്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോ കാണാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഏരിയ വരുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഗ്രിൽസിൻ്റെ ഡിസൈൻ ഏകദേശം. ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാവുന്നുണ്ടാവില്ല. ഇത് നമ്മൾ ഇന്നലെ ചെയ്തു വെച്ചാൽ ഇന്നലെ നമുക്ക് ഈ ചെയ്യുന്ന ഭാഗം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, നേരം ഏകദേശം ഇഷ്ടായി തുടങ്ങിയതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ ബാക്കി ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഡിസൈൻ ഏകദേശം എങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളത് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചൊരു ഷേപ്പില്ലാത്ത രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ കുറേ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യും. ഇനി ആ രണ്ട് സൈഡും കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളത് ഒക്കെ നമുക്ക് എങ്ങനെ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാം, പറഞ്ഞുതരാം. അതിന് മുന്നേ പലരും ചോദിച്ചിട്ടുള്ളതായിരുന്നു നമ്മളെ കോണിയുടെ വർക്ക് എന്തായി, അതിൻ്റെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ കൊറോണയും കാരണം എല്ലാം കൂടെ ആയതുകൊണ്ട് നമ്മളെ പണിക്കാർ കാര്യങ്ങളെല്ലാം ലീവാണ്. അതും പിന്നെ മരം കിട്ടാനുള്ള കുറച്ച് ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്കെന്നെ അറിയാമല്ലോ. പലയിടത്തും കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെയാണ്, നമ്മളെവിടെ അത് തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് നമ്മൾ ഈ കോണിയുടെ ഫുൾ വീഡിയോ നമ്മൾ എല്ലാം ക്ലിയർ ആക്കി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഗ്രിൽസിൻ്റെ ഇതിലേക്ക് കിടക്കാം. ഇന്നും പണിക്കാരൊന്നുമില്ല, ഇതിപ്പോൾ ഞാൻ തന്നെ ചെയ്തതാണ്. ഇന്നൊക്കെ ആയിട്ട് ഇനി ബാക്കി ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ 1 ഇഞ്ച് ഇതുള്ള ആംഗ്ലർ. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ അടിയിലതാ ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്രെയിം അടിച്ചിട്ടുള്ളത് 1 ഇഞ്ചിൻ്റെ ആംഗ്ലറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അത് ഇങ്ങനെ മേലെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് 1 ഇഞ്ചിൻ്റെ ആംഗ്ലർ. അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സി ടൈപ്പ് പോലെയുള്ള ഒരു ചുമരായത് നമ്മൾ ആദ്യം ചുമരിൽ വെച്ചിട്ട് സി ടൈപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചതിൻ്റെ ശേഷം അത് ഓരോ ഭാഗവും ബെൽറ്റ് ചെയ്ത് സ്പൂട്ട് ചെയ്ത് അതിനുശേഷം അതൊന്ന് ചുമരിൽ ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ എല്ലാ ഭാഗത്തും കമ്പി അടിച്ചിട്ടുണ്ട്. ചുമരിൽ കല്ലിൽ നമ്മൾ കമ്പി അടിച്ച് താത്തിയിട്ട് അതിന് കൂടെ ബെൽറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഉറപ്പായിട്ട് അവിടെ നിൽക്കും. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇതൊക്കെ പണിക്കാർക്കല്ലേ പറ്റുന്നുണ്ടാവുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒരിക്കലും അല്ല. ഇതിപ്പോൾ ഇത്രയും ചെയ്തത് ഞാൻ തന്നെ ചെയ്തതാണ്. നമ്മളെടുത്ത് ഇവിടെ പണിക്കാരുടെ ബെൽഡിങ് മെഷീൻ സാധനങ്ങളെല്ലാം ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ തന്നെ ചെയ്തത്. ഈ ബെൽഡിങ് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ അത് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, ഭയങ്കര റിസ്ക് ആണെന്ന്. സിമ്പിളാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ അർത്ത് വരുന്നത്. ഈ അർത്ത് നമ്മൾ എങ്ങനെ ബെൽഡിങ് എന്നിട്ട് ഒരു ഇരുമ്പ് ലെവലിൽ ടച്ച് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിന്മേൽ റാഡ് നമ്മൾ അതിൻ്റെ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. റാഡ് നേരത്തെ നമ്മൾ ഈ പീസ് അത് വെച്ച് ബെൽഡ് ചെയ്യണം. ബെൽഡ് ചെയ്ത് വാങ്ങുന്നുണ്ടാവും. ഇത്രയേ ഉള്ളൂ. വൺ സൈഡ് ഒരു കമ്പി ബെൽഡ് ചെയ്യണം. ഇതുപോലെ ഇനി ബാക്കി ഈ ഭാഗത്ത് മൊത്തം നമുക്ക് ഇത് ബെൽഡ് ചെയ്തുണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ അധികം ലാഗ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കമ്പി കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനടുത്തുള്ള കമ്പി ആദ്യം പറഞ്ഞു, 1 ഇഞ്ചിൻ്റെ ആംഗ്ലർ, അതുപോലെ 1/2 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബല്ല സ്ക്വയർ കമ്പി. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഉള്ളിൽ ഗ്രിൽസ് പോലെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് അളവെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് തോന്നിയ അളവിൽ കട്ട് ചെയ്ത് അങ്ങോട്ട് വലിച്ചു വാരി ഇട്ടാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എവിടെയാണോ ഇത് സൂട്ടാവുന്നത് അവിടെ വെച്ച് ബെൽഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് നമ്മൾ ബെൽഡ് ചെയ്ത് വെക്കേണ്ടി വരും.
ഇങ്ങനെ വെൽഡ് ചെയ്ത് വെച്ചതിന് ശേഷം വലിയ വലിയ ഹോൾസ് ഉണ്ടാവും. അവിടെ മാത്രം നമ്മൾ ചെറിയ ആ പാകത്തിനിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ ഇത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ ഏകദേശം വെൽഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വീഡിയോ അധികം ലാഗ് ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുത്ത് കാണിക്കാഞ്ഞത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗം നമ്മൾ ഈ വെൽഡ് ചെയ്താക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഏകദേശം ഡിസൈൻസ് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ചുമ്മാ അങ്ങനെ വലിച്ചു വാരിയിട്ട് കൊടുക്കുക. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് അത്യാവശ്യം സൈസിൽ, അതായത് കുറച്ച് നീളമുള്ള കമ്പികൾ ആദ്യം തന്നെ ഒരു എൽ ഷേപ്പിലോ അല്ലെങ്കിൽ കുറച്ചൊരു 90 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 30 ഡിഗ്രിയിലൊക്കെ ചെരിച്ചിട്ട് വെൽഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചും കൂടെ, അതായത് കുറച്ച് ലെങ്ത്തുള്ള കമ്പികൾ ആദ്യം കൊടുത്തിടുക. ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന പോലെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ കമ്പികൾ കട്ട് ചെയ്തിട്ട് ഏത് ഭാഗത്തൊക്കെ നമുക്കത് സൂട്ടാവുന്നത് ആ ഭാഗത്ത് വെച്ചുകൊണ്ട് കൊടുക്കുക. അതെല്ലാം ബെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അടിപൊളിയായിരിക്കും. അതിന് ശേഷം ഈ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും, നമുക്കൊരാൾക്ക് വല്ല കള്ളന്മാർക്കൊക്കെ കടക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഹോൾസ് നമ്മൾ എവിടെയെങ്കിലും നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഭാഗത്ത് മാത്രം നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് ഹോള് അത് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ 2 ദിവസത്തെ പണിയോടുകൂടി നമ്മുടെ ഗ്രിൽസിൻ്റെ വർക്ക് തീർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഈ ഒരു ഭാഗത്ത് നമ്മൾ എൽ ഷേപ്പിൽ ആണ് നമ്മൾ ഗ്രിൽസ് എന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത്. ബാക്കി കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിലൊരു ഭാഗത്ത് നമ്മൾ കുത്തനെ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ സിമെൻറ്റ് ബോർഡ് വെച്ച് കവർ ചെയ്യും. ആ ഭാഗത്ത് ഗ്രിൽസ് എന്ന രീതിയിൽ നമുക്ക് കാണില്ല, എന്നാലും നമ്മളൊന്നും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്രിൽസായിട്ട് കൊടുത്തേന്നുള്ളൂ. ആ ഭാഗം നമ്മൾ ഒരു വാള് കെട്ടി അവിടെ അധികം വെയിറ്റ് കൂട്ടേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഗ്രിൽസ് അടിച്ചിട്ട് അതിന് ശേഷം നമ്മൾ അവിടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ടിപ്സിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള കുറഞ്ഞ ചിലവിൽ നമുക്ക് നമ്മുടെ വീട് എങ്ങനെ അടിപൊളിയാക്കാം എന്നുള്ള ഓരോ ടിപ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാനലിലെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കാവുന്നതാണ്.